ഏറ്റവും അധികം സൂര്യചേട്ടൻ സന്തോഷിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ്. അതെ, എനിക്ക് എൻ്റെ ഇഷ്ടമൊക്കെ എന്ന് പറഞ്ഞാൽ അതെ, എനിക്കിങ്ങനെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. ഈ പറയുന്ന നാടൻ, ഞാൻ നോൺ വെജ് അധികം കഴിക്കുന്ന ഒരാളല്ല. നാടൻ ഭക്ഷണം, ഇച്ചിരി കൂർക്ക മെഴുക്കുവരട്ടി, ഇച്ചിരി തൈര്, കാന്താരികൾ വേണം, ഉള്ളി പറഞ്ഞ ആ സാധനമൊക്കെ വേണം. അങ്ങനെ ചക്കക്കുരും തൈരൂടെ കുഴച്ചിട്ട് കഴിക്കണം, ചക്കുരുമാങ്ങ. അപ്പം ഞാൻ ഈ സുഹൃത്തുക്കളെ നിനക്ക് എപ്പോഴും ചക്കുരൂടെ അതേ പറയാവുള്ളൂ. അപ്പം നമുക്ക് ഇഷ്ടമാണ്. എന്തിനാണ് എൻ്റെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യുന്നത്? ഞാൻ നാളെ ഇങ്ങനെ ആവത്തുള്ളൂ. ആരും പറഞ്ഞാൽ പോലീസ് പറഞ്ഞാൽ മാറൂ? അങ്ങനെ ആയിപ്പോയി. ഏറ്റവും അധികം വേദനിപ്പിക്കണത് എന്താ? അപ്പോൾ നീ പറഞ്ഞ പോലെ തന്നെടാ, നമ്മൾ സ്നേഹിച്ച് ചതിക്കുന്നത് ഭയങ്കര വേദനയാണ്. വേറെ ഒന്നും വിഷമമില്ല. നമ്മളെത്രയും നമ്മൾ ചങ്ക് പോലെ സ്നേഹിക്കും, അവരുടെ മക്കളെ പോലെ സ്നേഹിക്കും. ഇല്ല അതുപോലെ ഡീപ്പായിട്ട് എന്നെ ഒരിക്കലും ചെയ്താൽ എനിക്ക് അവരെയൊക്കെ ഉള്ളൂ. സ്ത്രീകളല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും, പ്രത്യേകിച്ച് ആണുങ്ങൾ, സൗഹൃദം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും കൊതിയ. വിരലുണ്ടാവുന്ന സൗഹൃദങ്ങളുള്ളൂ. പക്ഷേ ചില സമയങ്ങളിൽ നമ്മളൊന്നും അല്ലാത്ത അവസ്ഥയൊക്കെ കളയാൻ വരും. ഉണ്ടായിട്ടില്ലേ? ഉണ്ടാവാറുണ്ട്, എല്ലാ മനുഷ്യരും ഉണ്ടാവും. സ്നേഹമുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ തോൽവികളുണ്ടാവാറുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് അവരാണ് എനിക്കൊരു പ്രശ്നം ഉണ്ടായ അവർ കാണും, അവർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ നാറുകൾ നമുക്കൊരു പ്രശ്നം വരുമ്പോണ്ടല്ലോ തിരിഞ്ഞ് നോക്കത്തില്ല. ചതിച്ച് തരിപ്പണമാക്കി പണത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി നമ്മളെ ബും വടപൂജ്യം. അപ്പോൾ ഭയങ്കര വിഷം വരും. അവിടെ ഇല്ലയെന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് ഫീലിങ്ങാണ്. എല്ലാവർക്കും ഭയങ്കര വിഷം. ചതി ലോകത്തിലെ ഏറ്റവും വലിയ സാധനമാണ് ചതി. മോഹൻലാൽ പറഞ്ഞ ചതിക്ക് ഒരു ദൈവമേ ഉള്ളൂ, അത് നീയായാലും ഞാനായാലും. കടൽ മച്ചാൻ്റെ വിഷയത്തിൽ ഇൻവോൾവ് ആയിട്ടായിരുന്നു. കടൽ മച്ചാൻ്റെ വിഷയം എന്ന് പറയരുത്. അത് എന്നാ, ഒലീവിയ ഡിസൈൻസിന്റെ വിഷയത്തിൽ കടൽ മച്ചാൻ ഇൻവോൾവ് ആയെന്ന് പറയാം. ഇൻവോൾവ് ആയപ്പോൾ അതിന് നീതിയുടെ ഭാഗത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നു. അതിലേക്ക് പ്രതികരിക്കണം. കൂടെയുള്ളതൊരു പ്രമുഖനായ യൂട്യൂബറാണ്. അതിൽ ആളുകളിൽ അറിയാത്തൊരു ഏരിയ ഉണ്ട്. അവിടേക്ക് എങ്ങനെയാണ് എത്തുന്നത്? കുറച്ച് നാൾ മുമ്പേ ഗോകുലം പാർക്ക് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തൊരു ബാർ ഹോട്ടലുണ്ട്. ഞാൻ അവിടെ സ്റ്റേ ആണ്. എന്നിട്ട് ഞാൻ മോളിൽ നൈസായിട്ട് പോയി ഒരു ഒറ്റ എണ്ണം അടിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ ഒരുത്തം വന്ന് ഭയങ്കര സ്റ്റൈലിലൊക്കെ സംസാരിച്ച് അവിടെ പ്രായമുള്ളവരൊക്കെ ഇരിക്കുന്നു ഈ കൗണ്ടറിൽ. ഗോകുലത്തിൻ്റെയൊക്കെ പ്രത്യേക ഏജ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇന്നലെ ഈ ചെറുക്കം വന്നിട്ട് ഭയങ്കര ഷോ, എത്ര നേരം അയക്കുന്നു, ഒരു വീട് കെടുത്തോളൂ, ഇതിൽ തണുപ്പില്ലല്ലോ എന്നൊക്കെ ഇവന് അട്ടഹസിക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ അട്ടഹാസിക്കുന്ന ആളാന്ന് ഇവർ തെറ്റിദ്ധരിക്കുക. നമ്മൾ 24 മണിക്കൂർ തെറിയും പറഞ്ഞ് ഉറക്കം സംസാരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അല്ല, അവിടെ വളരെ കാമൻ കോയിട്ടാണ്. ഇപ്പം ഇവനിങ്ങനെ ശരിയാൻ. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ചിരിച്ച് കാണിച്ചു. നമ്മൾ സാധാരണ പോലെ ഫാനൊന്നുമല്ല. ഞാൻ എല്ലാവരുടെയും വീഡിയോ ഭയങ്കര, എനിക്ക് ആകെ എൻ്റർടൈൻമെൻറ്റ്. നിങ്ങളുടെ മൂവികളുടെ സ്ഥിരം വ്യൂവറാണ് ഞാൻ. ഇൻ്റർവ്യൂ ഒക്കെ നിൻ്റെ വിഷ്ണുവിനൊക്കെ ഒരുപാട് കാണുന്ന. അപ്പോൾ നമുക്ക് ആകെയുള്ള സമാധാനം ഇങ്ങനത്തെ സാധനം കാണുന്നത്. ഇവൻ വന്ന് ഭയങ്കര ഷോയെ, ഇവൻ്റെ കുറേ ഗ്യാങ്ങുകളുണ്ട്. ഇവൻ്റെ ഫോട്ടോ എടുക്കുന്നു, ഇവനെ അത് ചെയ്യുന്നു, എല്ലാ വീഡിയോ എടുക്കുന്നു, ഭയങ്കര പരിപാടി. ഞാൻ കൊള്ളാലോ. അത് കഴിഞ്ഞിട്ട് ചേട്ടാ എന്നാ ഉണ്ട്, എന്നാ ഡാഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ കയറി. ഇവനെല്ലാത്തിനും ഒരു തെറി കണക്ട് ചെയ്യാണ്. ആവശ്യമില്ലാത്തവർക്ക് തെറി കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു, കുറേ സംസാരിച്ചവരോട്. അപ്പം ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ കുറേ കഴിഞ്ഞിട്ട് 2 വർഷത്തോളം കഴിഞ്ഞിട്ട് ഒലീവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞൊരു വാർത്ത, ഭയങ്കര വാർത്ത, ഇപ്പം പ്രേക്ഷകർക്ക് അറിയാം വാർത്ത എന്നാന്നൊരു കുറേ പെൺകുട്ടികൾക്ക് പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഈ വാർത്ത ചെയ്യുന്നു. ഞാൻ തിരികെ വരുന്നു. വാർത്ത ചെയ്യുന്ന തിരികെ വന്ന് പിറ്റേ ദിവസം ഇതുപോലെ 2 പെഗ് കഴിക്കുന്നു. തെറ്റല്ലേ? ഡോക്ടേഴ്സ് പറയുന്നതാണ് 2 എണ്ണം കഴിച്ചോളാൻ പറയുന്നതാണ്. കഴിഞ്ഞിട്ട് വന്ന് കിടക്കുകയാണ്. സമയം 12:30 ആയപ്പം കോള് വരികയാണ്. രാത്രി 12:30 ആയപ്പോൾ കോള് വന്നു. 12:30 ഒരു കോള് വരണമെങ്കിൽ ശരിയല്ല, ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അത് ശരിയല്ല, ഒരു ആവശ്യമില്ലാതെ വിളിക്കുന്നത് ശരിയല്ല. ഞാൻ ഫോൺ എടുക്കുന്നു. അണ്ണ കടൽ മച്ചാനാണേ. അല്ല അണ്ണ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാന്ന് പറഞ്ഞു. രാത്രി കള്ളും കുടിച്ചിട്ട് മര്യാദ കിടന്ന് ഉറങ്ങുന്ന, ആരോഗ്യം ശരിയായിട്ടില്ലാത്ത ഒരാളെ വിളിച്ചിട്ട് അണ്ണ, അല്ല ഹലോ സൂര്യ ജോലക്കാരനല്ലേ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണേ. ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. ഇവരും പറഞ്ഞു അണ്ണ കടൽ മച്ചാനാണ്. പറയടാ. അതെ, ഇവിടെ ഒലീവിയ ഡിസൈൻസുമായിട്ട് ബന്ധപ്പെട്ട ഡാഷ് ഇടപെട്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ഉണ്ടെങ്കിൽ അപ്പം ഞാനിത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അത് സാംസങ്ങിൻ്റെ ഫോണായിട്ട് ഓട്ടോമാറ്റിക് റെക്കോർഡാണ്. ഞാൻ റെക്കോർഡ് ചെയ്യണമെന്ന് ഒരു ധാരണയിലുമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവനെക്കൊണ്ട് കൂടുതൽ ഛർദ്ദിപ്പിച്ചേനെ. ഒന്ന് കാണാൻ പറ്റുമോ? ഒരു ബന്ധമില്ലാത്ത ഒലീവിയ ഡിസൈൻസുമായിട്ട് ബന്ധപ്പെട്ട് അത് സംസാരിക്കാനുണ്ട്, കാണണമെന്ന് പറയേണ്ട കാര്യമല്ല. പ്രത്യേകിച്ച് വേണമെങ്കിൽ ഞാൻ നീ പറഞ്ഞ പോലെ സെറ്റിൽമെൻറ്റിന് പോകുമായിരുന്നെങ്കിൽ അവനെ വിളിക്കണ്ട, ഇവരെ തന്നെ ആളെ വിളിച്ചിട്ട് എനിക്ക് ഇത്ര പൈസ വേണം, ഞാൻ വാർത്ത ചെയ്യുമെന്ന് വേണേൽ പറയാം. അവനെന്നിട്ട് ഈ ഒലീവിയ സിബി 3-4 തവണ എന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയൊക്കെ വരികയൊക്കെ ചെയ്തതാണ്. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം നേരം വെളുത്തു. ഞാൻ അവനെന്തോ നീ പറയുന്നത് ശരിയല്ല മക്കളെ, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഞാൻ ആ വീഡിയോ പറയുന്നത്. പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ വരുന്നപ്പോൾ എന്തോ എനിക്ക് നെഗറ്റീവ് അടിച്ച്. എന്തായിരുന്നു സംഭവിച്ചത്? തലേദിവസം ഓർമ്മയുണ്ട്. എന്തോ നമുക്കൊരു നെഗറ്റീവ് എനർജി കാണും. ഇപ്പം ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കിയിട്ട് നമ്മൾ ഉടക്കിയിട്ട് രാത്രിക്ക് പോയി കഴിച്ചത് എന്തോ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ദിവസം അങ്ങനെ ഫീലല്ലേ? അപ്പോൾ എന്നാലും ഞാൻ ഓർമ്മ മറ്റവൻ വിളിച്ചു കേട്ടോ, ശരിയാന്താണ് അവരോട് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഓടിയെടുത്ത് കേൾക്കുക, നേരമാണ് ഈ സാധനം. ഞാൻ അപ്പം തന്നെ
കണ്ടന്റ് എഴുതി ആ സാധനം അപ്പം തന്നെ ഞാൻ എയർ ചെയ്തു. അതതിൻ്റെ അകത്ത് സംഭവിച്ചത്. അവനെന്നിട്ട് ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പിലേക്കൊക്കെ വിളിച്ചിട്ട് ഇതൊന്ന് സോൾവ് ചെയ്യണം, വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതെ, നമ്മൾ സത്യസന്ധമായിട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് സത്യസന്ധമായിരിക്കും. അതിന് തുടരെ അവന് പ്രശ്നങ്ങളായിരുന്നു. അവൻ്റെ വീഡിയോ എന്തൊക്കെ ഔട്ട് വന്നു, അതുപോലെ തന്നെ ഹോട്ടലിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി. ഞാൻ മിനിഞ്ഞാന്ന് അവരുടെ നാട്ടിൽ പോയി അഴീക്കൽ പോയി ഒരു വാർത്ത ചെയ്ത്, ചെറിയ അഴീക്കലോ. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം നാട്ടിലെ പട്ടിയുടെ വിലയാണെങ്കിൽ വെളിയിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ എന്തായാലും നമ്മൾ വന്ന ചുറ്റുപാട് മറക്കരുത്, വന്ന വഴി മറക്കരുത്. നമ്മൾ ജീവിച്ചത് എങ്ങനെയാണ്? നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ രാവിലെ പഴങ്കഞ്ഞിയും അല്ലേ, അതൊക്കെ ഭയങ്കര രസമല്ലേ? അത് വന്നിട്ടും മറന്നിട്ട് നമുക്ക് പൈസ വരുമ്പോൾ മറക്കാൻ പറ്റുമോ? നമ്മുടെ സത്വം എന്താണ്? സത്വമുണ്ടെങ്കിലേ സ്വത്തുണ്ടാവത്തുള്ളൂ അല്ലേ? നമ്മളാവുക. ആരെയും സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ മാത്രം കാണാതിരിക്കുക. എല്ലാവരും പറയുന്നത് സംശയത്തോടെ കണ്ടാൽ മാത്രമേ, ഞാൻ അങ്ങനെ കാണാറില്ല. ഞാൻ എല്ലാവരും ഭയങ്കരമായിട്ട് വിശ്വസിക്കും. കുറച്ചൊക്കെ ആൾക്ക് പണി കിട്ടുമെന്നേ, പിന്നെ അവസാനം ശരിയായി വരും, നന്നാവും, നമ്മുടെ നാട് നന്നാവും. ഇപ്പോൾ ഹരിപ്പാട് സുനാമി അപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് അവരുടെ ശോചനീയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു, മേൽക്കൂരെല്ലാം ഇടിഞ്ഞു വീഴുന്നു എന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് എന്താ? ഇപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് എന്താ? 1 വീക്ക് ആയിട്ടുള്ളൂ. അവിടുന്ന് പൊളിറ്റിക്സിലുള്ള ആളുകൾ ഇടപെട്ടു, കാര്യങ്ങൾ ഉണ്ടായി. കാരണം ഇതിൻ്റെ അടിയിൽ ഈ തറയിൽ അവരിട്ടിരിക്കുന്നത് എന്താ പറയുക, തെങ്ങിൻ തടിയും ചകിരിയുടെ നാരില്ലേടാ, അതും അതുപോലെ തന്നെ തേങ്ങയുടെ തൊണ്ടുമായിട്ടിരിക്കുന്നത്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ താന്നു പോവാ. ഇന്ന് ഓർത്ത് നോക്കി, അതിൻ്റെ തുടക്കത്തിൽ നിന്ന് വീഡിയോ കണ്ടോ, തുടക്കത്തിൽ ഒരു അമ്മയുടെ ഒരു വിഷ്വൽ കാണിക്കുന്നുണ്ട്. അത് സ്റ്റോക്ക് വീഡിയോ. അവർ നേരത്തെ കൈയല്ല, അവർക്ക് വട്ടായി തലക്കി. അമ്മ ആരും മിണ്ടതില്ല. അമ്മ എങ്ങനെ ഇരിക്കും ചെല്ലുമ്പോൾ? മേൽക്കൂര മുകളിൽ നിന്ന് ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുക. ബാത്റൂമിൽ നിൽക്കുമ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം മുകളിൽ. നമ്മൾ സാറിന് വെള്ളം താഴോട്ടില്ല ഒഴിക്കുന്നത്, ഫ്ലഷ് ചെയ്താൽ വെള്ളം താഴോട്ടല്ലേ പോകണം. ഇത് മുകളിൽ ബും പറഞ്ഞ് മുകളിലോട്ട് വരും. എന്തൊരു അവസ്ഥയെന്ന് പറഞ്ഞു നോക്കി. പ്രിയപ്പെട്ട സർക്കാരെ, ഈ പാവങ്ങൾക്കൊന്ന് ടോയ്ലറ്റിൽ പോകണ്ടേ? അങ്ങനെയല്ലേ ചോദിക്കണ്ടേ? അട്ടി ഇടണ്ടേ? അത് മോശപ്പെട്ട ഭാഷയല്ല അനിയാ, അതാണ് ചോദിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? സാധാരണക്കാരാണ്, ആരേലും വേണ്ടേ? ചാനലുകാരൊക്കെ പോകണ്ടേ? ഞാൻ മാത്രം ഒച്ചയിട്ടിട്ട് കാര്യമുണ്ടോ? ഞാൻ മാത്രം പോലീസ് സ്റ്റേഷനകത്ത് ജയിലിൽ കിടന്നിട്ട് കാര്യമുണ്ടോ? ഇവരൊക്കെ കിടക്കണ്ടേ സത്യം വിളിച്ചു പറഞ്ഞിട്ട്? എന്താണ് സംഭവിക്കുന്നത്? വിശ്വാസം ഉണ്ടെന്നേ, നാട് നന്നാവും, നാട് നന്നായേ പറ്റൂ. അതിൻ്റെ അത് പിണറായി വിജയൻ വരണമെന്നോ, ഇപ്പോൾ അടുത്ത മുഖ്യമന്ത്രിയാകുന്ന അയാൾ രമേശ് ചെന്നിത്തല വരണമെന്നോ, BJPയുടെ ഒരു മുഖ്യമന്ത്രി വരണമെന്നോ ഒന്നുമല്ല. ആര് വന്നാലും പാവപ്പെട്ടവൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയും മാറ്റം ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ അകത്ത് അവസാനം കണ്ടൻ്റെ കോരന് കുമ്പിളിൽ കഞ്ഞിയാണ്. ഇതെല്ലാം പിന്നെ ഭാഗ്യം പോലെ സംഭവിക്കുന്നത്. സിനിമയിൽ അവസരം കിട്ടുന്ന പോലെ എങ്ങാനും ലോട്ടറി അടിച്ചാൽ പാവപ്പെട്ട രക്ഷപ്പെടും. ഇതെല്ലാം തട്ടിപ്പ് അവിടെ നടക്കുന്നത്. ജോജു ജോർജിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് ഒരു പ്രമുഖ വാർത്താ ചാനൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നു. മാതൃഭൂമി ചാനൽ വിളിച്ചിരുന്നു. പ്രമുഖ എന്നുള്ള വാക്ക് നമ്മൾ ഉപേക്ഷിക്കണം കേട്ടോ. അതിന് സമയം ഒരുപാടായി ഉപേക്ഷിക്കേണ്ടത്. എല്ലാവരും ഈ പ്രമുഖ മാതൃഭൂമി എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ കേസൊന്നും കൊടുക്കത്തില്ല. അപ്പോൾ ആ ചാനലിലെ അഭിമുഖത്തിനിടയിൽ ആരും പ്രതികരിക്കില്ല, പല ആളുകളും പല വിഷയങ്ങളിലും പ്രതികരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് പേരെടുത്ത് പല ആളുകളെയും പറ്റി സംസാരിച്ചു, പല നടന്മാരെ പറ്റി സംസാരിച്ചിരുന്നു. ഇപ്പോൾ നടനായാൽ അല്ലെങ്കിൽ ഒരു നടിയായാൽ അവർ പ്രതികരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഞാൻ പറഞ്ഞത് സ്വന്തം ഫീൽഡിൽ നിൽക്കുന്ന ഒരാളുടെ വിഷയമല്ലേ. നിനക്ക് വേണ്ടി സംസാരിക്കാൻ ആരോടെ ഉള്ളേ? നിനക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നീ ഇവിടെ നിന്ന് ഇറങ്ങുക, എന്നെ അവിടെ നിന്നിട്ട് നിൻ്റെ പോക്കറ്റിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു, ഈ ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ വരണ്ടേ? ആ ഇരിക്കുന്ന പുള്ളി വരണ്ടേ? നിൻ്റെ GM വരണ്ടേ? ആരും വന്നില്ല എന്നെ എന്നെ ഇവർ പ്രതികരിക്കാതിരുന്ന എന്താ കാര്യമുള്ളേ? നീ നിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കൂടെയുള്ളവർ പോലും പ്രതികരിക്കുന്നില്ല. ജോജുവിൻ്റെ കൂടെയുള്ളവർ പ്രതികരിക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, കൂടെയുള്ളവർ ന്യായമല്ലേടാ പറയുന്നത്? പക്ഷെ അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ, ആർക്ക് വേണ്ടി എപ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന്. അതുകൊണ്ട് അവർ ഉത്തരവാദിത്ത ബോധമില്ലാത്തവരായി തീരില്ലല്ലോ. ഞാൻ പറഞ്ഞത് ജോജുവിന് അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പം ഇവിടെ സാധാരണക്കാർ പോട്ടെ, ഈ മേഖലയിൽ കൂടെ നിൽക്കുന്നവരാരെങ്കിലും ഒന്ന് പ്രതികരിക്കേണ്ടേടാ. പിന്നെ ഈ അസോസിയേഷൻ കോപ്പയ്ക്ക് എന്തിനാടാ? AMMA അമ്മ എന്തിനാടാ? പ്രൊഡക്ഷൻ കൺട്രോൾ ബാദുഷെ ഞാൻ അങ്ങോട്ടേ വിളിച്ചിട്ട് പറഞ്ഞ്, വാതുക്ക ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, നേരെ വന്നേ. ഞാൻ അത്രയും വലിയ തെറ്റാണോടാ ചെയ്തേ? പക്ഷെ അത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ മേക്കപ്പ് ഇല്ലാത്ത അവസ്ഥയെ പറ്റി, നമ്മുടെ സിനിമാ താരങ്ങൾ മേക്കപ്പ് ഇട്ട് നടക്കുന്നതിന്റെ അവസ്ഥയെ പറ്റി അതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവരൊക്കെ സത്വത്തിലാണ് ജീവിക്കുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. കാര്യമല്ലേ പറഞ്ഞ അദ്ദേഹമൊക്കെ വളരെ സിനിമ കഴിഞ്ഞാൽ അയാളായിട്ടാണ് ജീവിക്കുന്നത്. ഇവർക്കിങ്ങനെ മേക്കപ്പ് എന്ന് വെച്ച് അവരോട് ബഹുമാനമില്ലായ്മയൊന്നുമല്ല, പറയുമ്പോൾ പൊട്ടിത്തെറിക്കുമ്പോൾ പറഞ്ഞ, കാരണം സത്വത്തിലാണ് ജീവിക്കുന്നത്. അവരെന്താണോ അവരായിട്ടാണ് ജീവിക്കുന്നത്, അല്ലാതെ അല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് നീ കാണുന്ന പോലെ ഈ പറയുന്ന ബോബി ചെമ്മണ്ണ ഒരു 2 ദ്വയാർത്ഥം പറഞ്ഞാൽ നിനക്ക് എങ്ങനെയും കാണാം. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, കൂടെ നിൽക്കുന്നവരുടെ
ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ കൂടെ ആളുണ്ടാവണം, സ്വന്തം മേഖലയിലെങ്കിലും കൂടെ നിൽക്കുന്നവർ ഉണ്ടാവണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതൊക്കെ ഇമോഷൻ്റെ പുറത്ത് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അല്ലടാ, ഇമോഷൻ്റെ നീ കാര്യം മനസ്സിലാക്ക്. ഒരു മനുഷ്യൻ അവൻ്റെ സത്വത്തിൽ ജീവിക്കണം എന്ന് പറഞ്ഞത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. കാരണം മലയാള സിനിമ ചോദ്യം, നീ ആ വാർത്ത ഒന്നുകൂടെ ശ്രദ്ധിച്ചാലും മലയാള സിനിമയിൽ ആർക്കും വിഷയങ്ങൾക്കെതിരെ മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ സാമൂഹ്യ ജീവിയല്ലേ ഇവരൊക്കെ. ഞാനും നീയും സിനിമാ നടിയെന്നോ ബോബി ചെമ്മണ്ണൂരെന്നോ മമ്മൂട്ടിയെന്നോ മോഹൻലാലിന്നോ പിണറായി വിജയനെന്നോ മോദിയെന്നോ ഒന്നുമില്ല. ഇവരെല്ലാം സാമൂഹിക ജീവികളാണ്. നമുക്കൊരു ബാധ്യതകളുണ്ട്. ഇല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കി ജീവിച്ച് സാമ്പത്തികമായിട്ട് മനസ്സുമായിട്ട് ജീവിച്ചു പോവാം. നമ്മൾക്ക് സാമൂഹ്യ ജീവികളാണ്. സമൂഹത്തോട് കുറച്ച് കടപ്പാടുണ്ട്, മറ്റു മനുഷ്യരോട് കടപ്പാടുണ്ട്. വിശന്നിരിക്കുന്ന ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതാണ് സാമൂഹ്യ ജീവി. അത് ചെയ്യാതിരിക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. സ്വന്തം കൂടെ നിൽക്കുന്നവനൊരു പ്രശ്നം വന്നപ്പോൾ ഒന്ന് പ്രതികരിക്കാനില്ലാത്ത നീതിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ പ്രതികരണം ആയി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും ചാരിതാർത്ഥ്യം തോന്നിയൊരു നിമിഷമാണ് എനിക്ക് നിന്നോട് സംസാരിച്ചപ്പോൾ വളരെ ഇഷ്ടം തോന്നി. കാരണം വിഷ്ണു, ഇപ്പം ഞാൻ ചുമ്മാ പറയുന്നതല്ല, നിൻ്റെ സംസാരം നീ എന്ന് വെച്ചാൽ നിന്നെ സൂപ്പിക്കുന്നതല്ല, നീ ഇതൊന്നും കട്ട് ചെയ്യരുത്. അത് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ നിനക്കിട്ട് അടിക്കുന്നതുകൊണ്ട് തിരിച്ച് എന്നോട് പറയുന്നതുകൊണ്ട് ഒന്ന് കട്ടി. എനിക്ക് ഇന്നത്തെ ദിവസം ഞാൻ ഇത് ജീവിച്ച കാലം തൊട്ടുള്ള ഒരുപാട് ചാരിതാർത്ഥ്യം തോന്നിയ സമയമുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം ഞാൻ ഏറ്റവും സന്തോഷകരമായിട്ടാണ് വിഷ്ണുവിൻ്റെ അടുത്തിരിക്കുന്നത്. വിഷ്ണുവിൻ്റെ ചോദ്യങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഓഫീസിൽ വന്ന്, കാരണം ഞാൻ എപ്പോഴും കാണുന്നുണ്ട്. പിന്നെ വേറെ ആളുണ്ടല്ലോ, രജനീഷ് ഭയങ്കര ആരാധകനാണ്. ഇഷ്ടം പോലെ ഒരു സംഗീതമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ ചോദ്യങ്ങളൊക്കെ ഒറ്റ രക്ഷയില്ലാത്ത സാധനം. അപ്പം നമുക്കൊക്കെ ആകെ സമാധാനം കിട്ടുന്നത് നിങ്ങളെപ്പോലെയുള്ള അവരുടെ വീഡിയോ കാണും, ഇൻ്റർവ്യൂസ്, അതിനകത്ത് കുറേ കൗണ്ടർ കാണും. ഈ ടോം ചാക്കോയുടെയൊക്കെ ഇൻ്റർവ്യൂ കണ്ടില്ലോ, ഭയങ്കര രസമാണ്. ഞാനിരുന്ന് ഇങ്ങനെ പൊട്ടിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം എനിക്ക് നല്ല നിമിഷം സമ്മാനിച്ച മൂവി വേൾഡിനും അതുപോലെ തന്നെ വിഷ്ണുവിനും നമ്മുടെ ക്രൂവിനെല്ലാം ഭയങ്കര നന്ദി പറയുകയാണ് കേട്ടോ. ആശംസയല്ല പറയുന്നത്, നന്ദിയാണ്. അതല്ലാതെ ഞാൻ ചോദിക്കുന്നത് ട്രൂ ടി വിയുമായി ബന്ധപ്പെട്ടൊരു സ്പെസിഫിക് ആയിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല. വിഷമിച്ച ഒരുപാട് നിമിഷങ്ങളുണ്ട്. ഞാനീ പറഞ്ഞ ഈ മിഥു എന്ന് പറഞ്ഞൊരു പയ്യൻ മരിച്ചില്ലേ, മരിച്ചപ്പോഴൊക്കെ ആ പയ്യൻ്റെ റൂമിലൊക്കെ പോയി മൊത്തം അവൻ്റെ വേർപ്പിൻ്റെ മണം. ആ സ്പോർട്സ് ആയിരുന്നല്ലോ, അവൻ്റെ ജേഴ്സിയുടെ മണം കുറേ അവിടെ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എഡിറ്ററുടെ കൂടെ ഞങ്ങൾ സ്പോട്ട് എഡിറ്റായിരുന്നു അവിടെ പോയിരുന്നപ്പോൾ ഇവൻ്റെ മുറിയാണ് മിഥുൻ. അവൻ്റെ മുറി മൊത്തം അവൻ്റെ മണം പോയിട്ടില്ലെന്നേ. അവനവിടെ നിൽക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാം നമുക്ക്. ഓർത്ത് ഒരു സ്പോർട്സ് കഴിഞ്ഞ് ഒന്നൊരു പയ്യൻ അവൻ്റെ ജേഴ്സിയുടെ സ്മെല്ലുണ്ടാവുമല്ലോ, അതൊരു വല്ലാത്തൊരു അവസ്ഥയായി പറഞ്ഞു. എനിക്ക് ഭയങ്കര, എനിക്ക് അവിടെ നിന്ന് എന്തോ പോലെ ആയിപ്പോയി. ഞാനത് വല്ലാത്ത ഫീൽ ചെയ്തു. അതുപോലെ ഇനി ഈ അമ്മയുടെ കേസ് എനിക്ക് വല്ലാത്തൊരു വിഷമം വന്നൊരു സാധനമാണ്. ഈ അമ്മ മകനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അമ്മയുടെ അവസ്ഥയൊന്നും ഓർത്തു. ആ അമ്മയുടെ ആജീവനാന്തകാലം അമ്മയുടെ അവസ്ഥ, ആ പയ്യൻ്റെ അവസ്ഥയൊന്നും ഓർത്തു. സ്വന്തം അമ്മയുടെ എന്തോ അമ്മ. ഞാനെന്നാൽ FIR കണ്ടാച്ച് പുള്ളിക്കാരി ഒന്ന് എനിക്ക് അയച്ചു തന്നെ. അതിൻ്റെ എഴുതിയിരിക്കുന്ന വൃത്തികേട് കണ്ടു, കൊടുത്തിരിക്കുന്ന മൊഴി ഇതൊരു അസഭ്യമാണെന്നറിയോ. പറഞ്ഞുകൂടാതെ വിഷ്ണു, അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല. പിന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കെതിരെ സംസാരിക്കാൻ വേണ്ടി ഞാൻ ജീവിതത്തിൽ ഒരു രൂപ ഞാൻ സമ്പാദിച്ചിട്ടുമില്ല, ഉണ്ടാക്കുകയില്ല, നാളെ ഉണ്ടാക്കുകയില്ല. അത് നീ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വന്ന് തല്ലിക്കൊന്നു. ഒരിക്കലും ചെയ്തിട്ടില്ല അവളെ. പ്രൊമോഷൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു നാണയം പറഞ്ഞില്ല, പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് വേണ്ടി ഇനിയും ശബ്ദം ഉയർത്തും. ഞാൻ അതിനുവേണ്ടി ഒരു രൂപ ഉണ്ടാക്കത്തില്ല. ഈ പറയുന്ന മോണിറ്ററൈസേഷനും വരുമാനവും ഒന്നുമല്ല. ഞാൻ മാസത്തിൽ 2-3 വീഡിയോ ഒക്കെ ഇപ്പോൾ ചെയ്യാറുള്ളൂ. വയ്യ, മടുത്ത്, ഒരു കാര്യവുമില്ല. കാരണം ഇതൊരു മനസ്സ് സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമം വരും. നീ പറഞ്ഞില്ലേ, നമുക്ക് ഇതൊക്കെ അങ്ങനെ പോവുക, ചോദിച്ചു പോവുക. അപ്പം ഇനി ഒരുപാട് സന്തോഷം. ഒരുപാട് സംഭാഷണം സാധ്യമായതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് ഉയരങ്ങളിലെത്തുക. എല്ലാവിധ ആശംസകളും വിഷ്ണുവിനും മൂവി വേൾഡിനും നമ്മുടെ ടീമിനും ക്രൂവിനെല്ലാം നന്ദി. നേരത്തിന് ഒരുപാട് നന്ദി.